അയാന പാർട്ട് 32. നിങ്ങൾ ഒരു നല്ല സ്ത്രീയാകാൻ ശ്രമിച്ചാൽ അതിന്റെ ഗുണം നിങ്ങളുടെ കൂടെ കാണും. ഈ നാട്ടുകാർക്ക് എല്ലാം നിങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്താണെന്ന് നിങ്ങൾക്കും അറിയും. സ്വയം തെറ്റും ശരിയും തിരുത്താൻ പഠിക്കണം. അത് തിരുത്തി വേണ്ടവർ തന്നെ ഇങ്ങനെ വിഷം കയറ്റി വെച്ചു. എന്റെ അമ്മ എന്താണെന്ന് നിങ്ങൾക്കും അറിയില്ലേ? പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയ ഭാരമാണല്ലേ? അയ്യാന കൈ കെട്ടി നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു. അത് പിന്നെ വിവാഹം കഴിഞ്ഞു, നീ എന്നോ ഇവിടെ നിന്നും പോകാനുള്ള ടൈമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് നിനക്കും അറിയാലോ. പിന്നെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. ചില നേരത്തെ ഓരോ ദേഷ്യത്തിൽ ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതും ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല. ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം നല്ലതിനായിരുന്നോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതാ. ഇനിയെങ്കിലും അഭിനയിക്കാതെ നന്നാവാൻ നോക്ക്. അതും പറഞ്ഞു അയാന അകത്തേക്ക് കേറിപ്പോയി. ചേട്ടത്തി നിർവികാരത്തോടെ അങ്ങനെ നിന്നു. അങ്ങനെ അയാനെ പെണ്ണ് കാണാൻ വരുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഒന്നും അങ്ങ് ശരിയാവുന്നേ ഇല്ലായിരുന്നു. ഇടയിൽ അഭിമന്യുവിന്റെ അമ്മ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയത് നാട്ടിൽ പാട്ടായതോടെ അങ്ങനെയും കല്യാണം മുടങ്ങിക്കൊണ്ടേയിരുന്നു. ജോലിക്ക് പോകാതെ വീട്ടിലുള്ള തനിച്ചിരിപ്പും കല്യാണം കാര്യം പറഞ്ഞ് ചേട്ടന്റെ വയക്ക് കൂടുതലും വീട്ടിൽ ഒരു പതിവായതോടെ അയാനക്ക് എല്ലാം കൊണ്ടും മടുത്തിരുന്നു. ഇടയിൽ മായയുടെ കല്യാണം വന്നപ്പോൾ വീട്ടിൽ നിന്നും വിടില്ല എന്ന ചേട്ടന്റെ വാക്ക് കേട്ടതോടെ അയാനക്ക് ദേഷ്യവും സങ്കടവും വന്ന് ആ മുറിയിൽ തന്നെ ഇരിപ്പായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ, അമ്മേ, അവർക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന്, അവർക്ക് ഒന്നും വേണ്ട, അവളെ മാത്രം മതിയെന്ന്. ചേട്ടൻ. അയാന അത് കേട്ട് മുറിയിൽ നിന്നും ആളിലേക്ക് വന്നു. സമാധാനമായി അമ്മക്ക്. നിങ്ങളുടെ ആരുടെ കാര്യമാ പറയുന്നേ? ഇന്നലെ കണ്ട് പോയവരുടേതാണോ? അല്ല, ഇവളെ ആദ്യം പെണ്ണ് കാണാൻ വന്നില്ലേ അവർ. ചേട്ടൻ. അവരോ? അവരെ അന്ന് ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവരല്ലേ? അയാന. നിന്റെ മര്യാദ അല്ല അവർക്കുള്ളത്. അത് അങ്ങനെ ഇറങ്ങിപ്പോയത് നേരാ. അവർ ഇന്ന് വിളിച്ചു പറഞ്ഞു അവർക്ക് സ്ത്രീധനമൊന്നും വേണ്ട, മോളെ മാത്രം മതിയെന്ന്. ചേട്ടൻ. അന്ന് സ്ത്രീധനം ചോദിച്ചവർക്ക് ഇന്ന് വേണ്ട എന്നോ? അവരതിന് പകരം വീട്ടുകയാണെങ്കിലോ? അയാന. ഓ, നിന്റെ കണ്ണിൽ എല്ലാം അങ്ങനെയാണല്ലോ. നീ എന്നാ അതൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ച് നന്നാവുക. അവർ പറഞ്ഞത് നിന്റെ സ്ത്രീധനം ചോദിച്ചതിലുള്ള മറുപടി കണ്ട് ഇഷ്ടമായി എന്നാ. നല്ല കുട്ടിയാ എന്നൊക്കെ. അപമാനിച്ചു വിട്ടതെല്ലാം അവർ മറന്നില്ലേ? നീയോ? അതെങ്ങനെ? നിന്റെ ചിന്താഗതിയെല്ലാം വേറെന്തൊക്കെയാണല്ലോ. ഇവരെങ്കിൽ ഇവർ. ഇവനെ വന്നത് നിന്റെ ഭാഗ്യമെന്ന് കൂട്ടിക്കോ. നിന്നെ കുറിച്ച് ഈ നാട്ടിൽ പറയുന്നതെല്ലാം കേട്ട് നിന്നെ കേട്ടാൻ വലിയ കൊമ്പത് നിന്നും വരുമെന്ന് വിചാരിച്ചോ നീ? മോളെ നല്ല കൂട്ടറാണ്, മോളിതിനെ മുടക്കുമൊന്നും നിൽക്കല്ലേ. ഓ, ഞാൻ നിൽക്കുന്നില്ല. ഇനി വേറെ കല്യാണമൊന്നും ഇതിന്റെ പേരിൽ വരില്ലെന്നതുകൊണ്ട് കിട്ടിയത് വെച്ച് കെട്ടിക്ക്. മോളെ, എന്തൊക്കെയാ നീ പറയുന്നേ? അവൾ പറയട്ടെ. അല്ലാതെ ഈ പേരുദോഷമെല്ലാം വരുത്തി വെച്ചിട്ട് കല്യാണമൊന്നും മുടങ്ങുന്നതിനെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിന് ഞാൻ വാക്ക് കൊടുത്തു. വൈകാതെ അവർ വരും, കല്യാണം കുറിക്കും. അതെല്ലാം കണ്ടു നിന്നാ നിനക്ക് നല്ലത്. എന്റെ കല്യാണത്തിന് എന്റെ ഇഷ്ടമൊന്നും ചോദിക്കേണ്ടേ? അയാന. നിന്റെ ഇഷ്ടം നോക്കിയാൽ മൂത്ത് നരച്ച് ഇവിടെ ഇരിക്കേണ്ടി വരും നീ. ചേട്ടൻ. മോളെ ഒന്ന് സമ്മതിക്കും മോളെ. മോളെ നല്ലതിനു വേണ്ടിയല്ലേ. അമ്മ വേദനയോടെ അവളുടെ കയ്യിൽ പിടിച്ചതും അവളൊന്ന് അമർത്തി. മോളെ, ഇന്ന് കല്യാണം കുറിക്കലാണ്. വിവരമറിഞ്ഞ് ലീവെടുത്ത് അപ്പു എത്തിയിട്ടുണ്ട്. അയാന രാവിലെ തന്നെ അമ്മ പുതിയതായി വാങ്ങിക്കൊടുത്ത സാരിയും എടുത്തിട്ടു. തലയിൽ മുല്ലപ്പൂവെല്ലാം ചേട്ടത്തി വെച്ചു കൊടുക്കുന്നുണ്ട്. കണ്ണിൽ കൺമഷിയും എല്ലാം ചേട്ടത്തി ഇട്ട് കൊടുത്തു. ചേട്ടത്തിപ്പോ ചൊറിയാനായിട്ട് പോകാറില്ല. എല്ലാം കഴിഞ്ഞ് അയാന അവളെയൊന്ന് കണ്ണാടിയിൽ നോക്കി. എന്തോ ഓർമ്മയിൽ കണ്ണുകളെല്ലാം നിറഞ്ഞു വരുന്നുണ്ട്. ഇതാണ് നിനക്ക് വിധിച്ചത്. അവളെ നോക്കി അവൾ അതും പറഞ്ഞ് മുഖത്ത് ആർക്കോ വേണ്ടി ഒരു പുഞ്ചിരിയും വെച്ച് ഹാളിലേക്ക് വന്നു.
അവിടെ അവൻ്റെ അച്ഛനും അമ്മയും അവനും എല്ലാം ഉണ്ട്. അപ്പം ഒരു സൈഡിലിരിപ്പുണ്ട്. അവിടെ കാര്യമായിട്ട് കല്യാണത്തിൻ്റെ ചർച്ചയാണ്. അയാന അതിലേക്കൊന്നും ശ്രദ്ധിച്ചില്ല. മനസ്സിൽ ഓരോ ചോദ്യമായിരുന്നു. ഇവരുടെ മുഖം കണ്ടാൽ ദേഷ്യമുള്ളതുപോലെ ഒന്നുമില്ല. വന്നപ്പോൾ മോളെ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചു. അവനാണെങ്കിൽ പുഞ്ചിരിയോടെ സംസാരിക്കുന്നു. ഇവർക്ക് അതിൻ്റെ ദേഷ്യമൊന്നും കാണില്ലേ? ഉണ്ടെന്ന് തോന്നുന്നേയില്ല. അയാന ആത്മാ ഡേ ചേട്ടത്തി വിളിക്കുമ്പോഴാണ് അവൾക്ക് ബോധം വരുന്നത്. എന്താ? അവൾ ഒന്ന് ഞെട്ടിക്കൊണ്ട് നോക്കി. കല്യാണം മീനം 10 കേട്ടോ നീ? ചേട്ടത്തി അത് കേട്ട് അതിന് ഇനി 1-2 മാസമുള്ളല്ലോ. അയാന എന്താണ് അവിടെ നാത്തൂനും ഒരു ചർച്ച? അവൻ്റെ അമ്മ അത് ചോദിച്ചതും അയാന ഒന്നുമില്ലെന്ന് തലയാട്ടിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ മോളെ ഞങ്ങൾ ഇറങ്ങുക. ആനന്ദിന് ഓഫീസിൽ പോകണം. മോള് പേടിക്കാതിരിക്ക്. കല്യാണമൊക്കെ ആവുമ്പോഴേക്കും ഈ ക്ഷീണിച്ച ശരീരമെല്ലാം ഒന്ന് നന്നാക്ക്. ആനന്ദിൻ്റെ അമ്മ അവളുടെ അടുത്ത് വന്ന് തലയിലെല്ലാം ഒന്ന് തൊട്ട് തലോടിക്കൊണ്ട് പറഞ്ഞു. അവളും ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. ഇറങ്ങാൻ നേരം ആനന്ദ് അപ്പുവിനോട് സംസാരിക്കുന്നതും അയാന ശ്രദ്ധിച്ചു. അവൻ കാറിലേക്ക് കയറുമ്പോൾ അയാനയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ മറന്നില്ല. അവരെല്ലാം പോയി കഴിഞ്ഞതും മോളുടെ ഭാഗ്യമാ ഇത്രയും നല്ല കൂട്ടർ വന്നത്. ഇനിയിപ്പോ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അവളുടെ കവളിൽ ഒന്ന് തലോടിക്കൊണ്ട് അമ്മ പറഞ്ഞു. അമ്മ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നേ? 2 മാസത്തോളമുണ്ട്. ഇനി ഞാനും ജോലിക്ക് പൊക്കോളാം. വേണ്ട, നീ ജോലിക്ക് പോകണ്ട. ചേട്ടൻ അത് കേട്ടതും അയാന ഒന്നും മിണ്ടാതെ ക്ഷമിച്ചു നിന്നു. അമ്മയെ കൊണ്ട് എല്ലാം കഴിയുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ? അയാന അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഒരു ലോൺ എടുക്കാം. അമ്മ ലോണോ? അതെല്ലാം ഇന്ന് വീട്ടുമെന്ന് വിചാരിച്ച അതൊന്നും വേണ്ട അമ്മേ. അയാന ഒന്നുമില്ലാതെ എങ്ങനെ മോളെ പറഞ്ഞു വിടുക? അമ്മ അതൊന്നും വേണ്ടെന്നല്ലേ അവർ പറഞ്ഞത്? അതെല്ലാം ഞങ്ങൾ തീരുമാനിക്കും. അമ്മ ഒന്ന് വാ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ചേട്ടൻ അയാനയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവളുടെ മുറിയിൽ പോയി ഡ്രസ്സെല്ലാം മാറ്റി ഇറങ്ങി. അവൾ അവളുടെ സ്ഥിരം സ്ഥലമായ പുറത്ത് തിണ്ണയിലിരിക്കുമ്പോൾ അപ്പു അങ്ങോട്ട് വന്നു. ഇത്ര പെട്ടെന്ന് കല്യാണമെല്ലാം ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പു. ഞാനും ചേട്ടനെ ഒരു മാറ്റവും ഇല്ലല്ലേ? പക്ഷേ ചേട്ടത്തിപ്പോ അധികം മിണ്ടാനോ ചൊറിയാനോ ഒന്നും വരുന്നില്ലല്ലോ. അവരോട് ചൊറിയാഞ്ഞിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ അത് കേട്ടതും അയാന അവനെയൊന്ന് തുറപ്പിച്ചു നോക്കി. ഇങ്ങനെ നോക്കാതെ ചേച്ചിയെ, ഞാൻ വെറുതെ പറയുക. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് മായ ചേച്ചിയെ കണ്ട് ചേച്ചി കല്യാണത്തിന് വരാത്തതിൽ പിന്നെ ഇവിടേക്ക് വരണ്ട എന്നെല്ലാം പറഞ്ഞു എന്നോട്. അപ്പോൾ ഇങ്ങനെ കെയർ ഇല്ലാതെ കെട്ടിയിട്ട അവസ്ഥയായി എനിക്ക്. പിന്നെ എന്ത് ചെയ്യാനാ അയാന? നിന്റെ ഹോസ്റ്റൽ അതുപോലെ കോളേജൊക്കെ എങ്ങനെയുണ്ട്? അതെല്ലാം പൊളിയല്ലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചേട്ടനാള് കൊള്ളാം, നല്ല സംസാരം. എന്നോട് ചേച്ചിയുടെ നമ്പറെല്ലാം ചോദിച്ചു. അവനൊന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ഒന്ന് അമർത്തി മോളി. എന്താണ് ചേച്ചിക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല മോനെ, വെറുതെ. അയാന ഒരു ഒഴുക്ക മട്ടിൽ അത് പറഞ്ഞുകൊണ്ട് എണീറ്റ് പോയി. അവൻ അത് നോക്കി നിന്നു. തുടരും.